മിശിഹായിൽ സ്നേഹമുള്ള വാനട്ട് വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ഒരു ആരാധന വർഷത്തിലെ ഒരു പുതിയ കാലത്തിലേക്ക് അടക്കുകയാണല്ലോ. കൈത്താക്കാലം, സമാഗമകാലം എന്ന് കൂടി വിളിക്കപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ വഴിയായിട്ട് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. ആ സഭ വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തെയാണ് കൈത്താക്കാലം വിശേഷിപ്പിക്കുക. സഭയുടെ വളർച്ച അംഗസംഖ്യയിലുള്ള വളർച്ചയല്ലല്ലോ പ്രധാനമായും കാണുക. സഭയുടെ വളർച്ച വിശുദ്ധിയിലുള്ള വളർച്ചയാണ്, വിശ്വാസത്തിലുള്ള വളർച്ച. അതിന് സാക്ഷ്യം നൽകുന്നവരാണ് വിശുദ്ധര്. പ്രത്യേകിച്ചും കൈത്താകാലത്തെ ആദ്യ ഞായറാഴ്ച നമ്മുടെ തന്നെ വിശുദ്ധയായ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആചരിക്കാൻ നമുക്ക് സാധിക്കുന്ന വലിയ ഭാഗ്യമാണ്. കർത്താവിന് സാക്ഷ്യം നൽകി സഭയെ വളർത്തുന്നവരാണ് വിശുദ്ധര്. ആ വിശുദ്ധിയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മെ എല്ലാവരെയും കർത്താവ് ക്ഷണിക്കുക. പൗലോസ്ലീഹ തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതുന്നുണ്ട്, ഇതാണ് ദൈവത്തിന്റെ അഭീഷ്ടം, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം. കർത്താവ് മലയിലെ പ്രസംഗത്തിലെ അവസാനം പറയുകയുണ്ടായി, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. അസാധ്യമായ ഒരു കാര്യമാണല്ലോ ഈശോ പറഞ്ഞെന്ന് തോന്നും, പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പിതാവിന്റെ പരിപൂർണത, ദൈവത്തിന്റെ പൂർണ്ണത ഇതിലാണ് അടങ്ങിയിരിക്കുക. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ദൈവത്തിന്റെ പൂർണ്ണത. ആ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാനാണ് നമ്മെ ഓരോരുത്തരുടെയും കർത്താവ് ആവശ്യപ്പെടുക. നിങ്ങളും സ്നേഹത്തിന്റെ കൂട്ടായ്മ വളരുക. സഭ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. അന്ത്യത്താവഴ അവസരത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു പിതാവിനോട് പ്രത്യേകം, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കണമെന്ന്. അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും ഒന്നായിരിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം, മൂന്നാളുകളെ ഒരു ദൈവം. ഈ ബന്ധത്തിലേക്കാണ് തന്റെ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുക. അങ്ങ് ഞാനും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കണമെന്ന്. ആ ഐക്യത്തിലാണ് നാം നമ്മുടെ വിശുദ്ധി കണ്ടെത്തുക. അൽഫോൻസാമ്മ സ്നേഹത്തിന്റെ ജീവിതം നയിക്കുകയായിരുന്നു. തന്റെ സഹനത്തിലൂടെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു. തന്റെ സഹനങ്ങള് ദൈവം തനിക്ക് നൽകിയ അവസരങ്ങളായിട്ട് അൽഫോൻസാമ്മയ്ക്ക് കാണുവാൻ സാധിച്ചു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യം നൽകിയിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കുന്ന വഴിയായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എല്ലാം വിശുദ്ധരായി തീരുക. എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ദൈവം ഓരോ ദൗത്യം നൽകിയിട്ടുണ്ട്. കുടുംബത്തിൽ ജീവിക്കുന്നവരെ നല്ല കുടുംബം രൂപപ്പെടുത്തുക, ദൈവത്തിന്റെ അഭീഷ്ടപ്രകാരം മക്കളെ എല്ലാം വളർത്തിക്കൊണ്ട് വരിക, അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക, അവരെ നല്ലവരായ വളർത്തുന്ന വഴിയായിട്ട് കുടുംബനാഥനും കുടുംബനാഥയും അപ്പനും അമ്മയും അവരുടെ ദൗത്യം പൂർത്തിയാക്കുക ചെയ്യുന്നത്. തന്റെ മക്കൾക്ക് നല്ല മാതൃക നൽകിക്കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ, അതിനുവേണ്ടി അവർ വിശുദ്ധിയിൽ വളരുകയാണ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ദൗത്യം നൽകിയിട്ടുണ്ട് ദൈവം. ആ ദൗത്യം പൂർത്തിയാക്കുക. ഈശോ ഒരു ദിവസം ഒരു ഭവനത്തിലിരുന്നു കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു. ചുറ്റുപാടും ധാരാളം ആളുകൾ 12-ാം സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആ സംഭവം. ആ അവസരത്തിലാണ് അവിടുത്തെ അമ്മ ഈശോയെ കാണുവാനായിട്ട് കടന്നു വരിക. ജനക്കൂട്ടം കൊണ്ട് ഈശോയെ സമീപിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. ഒരു ദൂതൻ വഴി സന്ദേശം നൽകി, ഇത് അങ്ങയുടെ അമ്മ വന്ന് കാത്തു നിൽക്കുന്നു.
ഈശോ അവസരം ഉപയോഗിച്ച് വലിയ സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാര്? തന്റെ ചുറ്റുപാടുള്ള ആളുകൾ നേരെ കൈ നീട്ടി, നിങ്ങളെല്ലാമാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. എത്രയോ ഭാഗ്യം! നിങ്ങളെല്ലാമാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. എൻ്റെ പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. പിതാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ദൗത്യം, നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന അവസരങ്ങള്, അത് നന്നായി വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന വഴി നാം ഈശോയുടെ അമ്മയും സഹോദരന്മാരായ തീരുകയാണ്. അമ്മയെ എങ്ങനെ സാധിക്കും? അഗസ്തീനോസിന് മറുപടി നൽകുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയം തന്റെ ഉദരത്തിൽ ഈശോ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഉദരത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യമുണ്ടായത്. അതുവഴി എങ്ങനെയാണ് നാം ഈശോയുടെ അമ്മമാരൊക്കെ ആയിത്തീരുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടത് നമുക്ക് സാധിക്കണം. അൽഫോൻസാമ്മ തന്റെ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചുകൊണ്ടാണ് തന്റെ വേദനകൾ, കഷ്ടപ്പാടുകള്, തെറ്റിദ്ധാരണകള്, വിമർശനങ്ങള് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൗലോസ്ലീഹ തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 2-ാം ലെറ്ററിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശോയോട് ബന്ധപ്പെട്ട് ഐക്യപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നു. എത്രയോ സത്യം! ഈശോയുടെ ഐക്യപ്പെട്ട് സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നു. നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സന്തോഷങ്ങൾ ഇതെല്ലാം കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള വഴികളാണ്. ഈശോയോട് ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള മാർഗങ്ങളാണ്. വിമർശനങ്ങളും കഷ്ടപ്പാടുകളും എല്ലാവരും ഒരു ശാപമായിട്ട് നാം കാണരുത്, ഒരു കഷ്ടകാലമായിട്ട് കാണരുത്. അതെല്ലാം അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പൗലോസ്ലീഹ വീണ്ടും ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുക, നിങ്ങൾക്ക് ഈശോയിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവിടത്തേക്ക് വേണ്ടി പീഡകൾ സഹിക്കുവാനുള്ള വരം ലഭിച്ചിട്ടുണ്ട് എന്ന്. ഈശോയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്ന ഒരു വരമാണ്, ഒരു അനുഗ്രഹമാണ്. പീഡകൾ പലതരത്തിലാകാം. ശാരീരിക അസ്വാസ്ഥ്യങ്ങളാകാം, മാനസിക അസ്വാസ്ഥ്യങ്ങളാകാം, മറ്റുള്ളവരുടെ ക്രിറ്റിസിസംസ് ആകാം, പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ. അൽഫോൻസാമ്മ ഇതെല്ലാം സഹിച്ചതാണ്. 10 വർഷത്തോളം രോഗിണിയായി കിടന്നു. വളരെയേറെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ. വേദനകളോടുകൂടി തന്നെ തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും. അതിലൊക്കെ അൽഫോൻസാമ്മ സന്തോഷിക്കുക ചെയ്തത്. കാരണം ഇതുവഴി ഞാൻ കർത്താവുമായി കൂടുതൽ ബന്ധപ്പെടുക ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും അതുപോലെ തന്നെ സാധിക്കണം. നമ്മളുടെ വേദനകള്, കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, നമ്മുടെ രോഗങ്ങള്, ഇതെല്ലാം കർത്താവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന അവസരങ്ങളായി കണ്ടുകൊണ്ട് അവയെ സ്വീകരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അൽഫോൻസാമ്മയുടെ മാതൃക അതാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ അഭീഷ്ടം. നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം. ഞാനും നിങ്ങൾ വിശുദ്ധനായിത്തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. ആ വിശുദ്ധിയുടെ മാർഗങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് വിശുദ്ധരായി തീരുവാൻ അൽഫോൻസാമ്മയുടെ ഈ ഖബറിൽ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മൾ ഓരോരോ ആവശ്യങ്ങളൊക്കെ അൽഫോൻസാമ്മയുടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ അത്യാവശ്യങ്ങളെല്ലാം അതിലെല്ലാം ഉപരിയായി നാം അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴി വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാനുള്ള ഭാഗ്യം, അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അൽഫോൻസാമ്മയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം. വേദനകളല്ല അൽഫോൻസാമ്മയെ വിശുദ്ധിയാക്കിയത്, ദൈവത്തിന്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശ്രമമാണ്. ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അൽഫോൻസാമ്മ പരിശ്രമിച്ചു, അതിൽ വിജയിച്ചു. അതാണ് അൽഫോൻസാമ്മ വിശുദ്ധിയാക്കി തീർന്നത്. ഇത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്ന വഴിയും. പ്രിയപ്പെട്ടവരെ, ആ വഴി പിന്തുടർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും അൽഫോൻസാമ്മയെ പോലെ വിശുദ്ധരായി തീരാം. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.